യേശുവെ നന്ദി, യേശുവെ സ്തുതി. എൻ്റെ പേര് ലീലാമ്മ. ഞാൻ വയനാട് കണിയാമ്പറ്റ എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. ഞാൻ 1 വർഷമായി ഈ ധ്യാനകേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ജൂൺ 16 തീയതി മുതൽ 21 തീയതി വരെയുള്ള ധ്യാനത്തിൽ എനിക്ക് പങ്കെടുക്കുവാൻ അവസരം ലഭിച്ചു. 28 വർഷമായി എനിക്ക് ചെവിക്ക് കേൾവി കുറവാണ്. വയസ്സായി വരുന്തോറും കേൾവി കുറഞ്ഞു വന്നു. ഇപ്പോൾ എനിക്ക് എൻ്റെ ചെവിയുടെ 60% കേൾവിയും നഷ്ടപ്പെട്ടു. ഒരു പള്ളിയിൽ പോയി നിന്നാൽ അച്ഛൻ പറയുന്ന കാര്യങ്ങൾ, അറിയിപ്പുകൾ ഒന്നും എനിക്ക് കേൾക്കില്ല. എല്ലാം ഒരു മുഴക്കം മാത്രമാണ്. പുറത്തിറങ്ങിയിട്ട് എൻ്റെ കൂടെയുള്ളവരോടാണ് ഞാൻ ചോദിച്ച അറിയിപ്പുകളൊക്കെ മനസ്സിലാക്കുക. കുർബാനയെല്ലാം അറിയുന്നത് കൊണ്ട് അത് ഓൾറെഡി എല്ലാം എനിക്ക് മനസ്സിലാകും. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ഇവിടെ വന്നപ്പോൾ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു ഏറ്റവും മുൻപിലിരുന്ന് എല്ലാം കേൾക്കണമെന്ന്. പക്ഷേ യൂത്ത് ആണ് മുൻപിലിരുന്നത്. നടുഭാഗത്താണ് എനിക്ക് സീറ്റ് കിട്ടിയത്. ഞാൻ കുറച്ച് നേരം അസ്വസ്ഥപ്പെട്ടിരുന്നു. പക്ഷേ ധ്യാനം തുടങ്ങി കഴിഞ്ഞിട്ട് എനിക്കെല്ലാം ക്ലിയറായി കേൾക്കുന്ന ഒരനുഭവം. ആദ്യമായിട്ട് അച്ഛൻ എനിക്ക് വേണ്ടിയുള്ള മെസ്സേജാണ് പറഞ്ഞത്. 1 മാസത്തോളമായിട്ട് ഇപ്പം ഞാൻ ചെവിയിൽ കൂടെ പഴുപ്പൊഴുകി എന്ന ബുദ്ധിമുട്ട് അനുഭവിക്കുകയായിരുന്നു. ചെവി പൊട്ടിയൊലിച്ച് വിഷമം അനുഭവിക്കുന്ന ഒരു സഹോദരിയെ ദൈവം തൊട്ട് സൗഖ്യപ്പെടുത്തുന്നു എന്നാണ് പറഞ്ഞത്. ആ നിമിഷം മുതൽ എൻ്റെ ചെവിയുടെ എല്ലാ അസ്വസ്ഥതകളും വിട്ടുമാറി. അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എനിക്ക് ക്ലിയറായിട്ട് കേൾക്കാമായിരുന്നു. അല്ലെങ്കിൽ ഒരു ചെമ്പിനകത്ത് നമ്മൾ സംസാരിക്കുന്ന ഒരവസ്ഥയിൽ മുഴക്കം മാത്രമേ എനിക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അക്ഷരങ്ങളൊന്നും, എനിക്ക് വാക്കുകളൊന്നും വ്യക്തമാകുകയില്ലായിരുന്നു. ആ സമയം മുതൽ പറയുന്ന കാര്യങ്ങൾ മൈക്കിൽ കൂടി എന്തു പറഞ്ഞാലും എല്ലാ കാര്യങ്ങളും ക്ലിയറായി കേൾക്കുവാനുള്ള കൃപ കർത്താവ് എനിക്ക് തന്ന് അനുഗ്രഹിച്ചു. അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അത്ഭുതമായി ഞാൻ മനസ്സിലാക്കുന്നു. പിന്നെ ഇവിടെ ഈ ധ്യാനകേന്ദ്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 2 കൗൺസിലിംഗ് ആണ്. മനസ്സിൻ്റെ മുറിവുണക്കുന്ന സ്ഥലം എന്ന് വേണമെങ്കിൽ ഇതിനെ ഞാൻ വിശേഷിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യത്തെ കൗൺസിലിങ്ങിന് ചെന്നപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ്, നടുവിന് എനിക്ക് 10 വർഷം മുൻപ് വീണിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ഓപ്പറേഷന് കൊണ്ടേ കിടത്തി 2 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിപ്പോന്നു. തുടർന്ന് ജീവിത പങ്കാളിയുടെ മരണം എല്ലാം കൂടി ആയപ്പോൾ എൻ്റെ ശാരീരികാവസ്ഥ എനിക്ക് നോക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അങ്ങനെ ആദ്യത്തെ കൗൺസിലിങ്ങിന് ചെന്നിരുന്നപ്പോൾ ബ്രദർ എന്നോട് ചോദിച്ചു, നടുവിന് പ്രശ്നമുണ്ടല്ലോ, വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞു. കർത്താവ് തൊട്ട് സൗഖ്യപ്പെടുത്തിയെന്ന് പറഞ്ഞു. എനിക്ക് അത്ര അങ്ങോട്ടൊരു വിശ്വാസം പോലെ ആയില്ല. 2ാമത്തെ കൗൺസിലിങ്ങിന് ചെന്നു. അവിടുന്നും ഇത് തന്നെ ആവർത്തിച്ചു. എന്നോട് കൗൺസിലേഴ്സ് പറഞ്ഞ 3 സന്ദേശം, 2 പേര് പറഞ്ഞ സന്ദേശവും ഒരേപോലെയാണ്. തമ്പുരാൻ എന്നെ ഒരുപാട് അനുഗ്രഹിച്ചു. എൻ്റെ ആന്തരിക മുറിവ്, ഒരുപാട് ധ്യാനങ്ങൾക്ക് ഞാൻ പങ്കെടുത്തു എൻ്റെ ജീവിത പങ്കാളി മരിച്ചതിന് ശേഷം. പക്ഷേ എൻ്റെ ആന്തരിക മുറിവ് സൗഖ്യപ്പെട്ടത് ഇവിടെ വന്നതിന് ശേഷമാണ്. വർഷങ്ങളായി ജീവിത പങ്കാളി മരിച്ചിട്ട് സങ്കടം അനുഭവിക്കുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു അച്ഛൻ സന്ദേശം നൽകി. അതോടുകൂടിയാണ് എൻ്റെ ഹൃദയത്തിലുണ്ടായ കെട്ടുകളെല്ലാം വിട്ടുപോയി. എൻ്റെ എല്ലാ വിഷമങ്ങളും മാറി. ദൈവമേ നന്ദി, ദൈവമേ സ്തോത്രം.